ഹായ്, എൻ്റെ കൂട്ടുകാർക്കൊക്കെ എന്താ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? എനിക്കിവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. നമുക്കേ ഇന്നൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കാം. മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കും കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് സന്തോഷമാവും. അപ്പം ഞാൻ അതിലേക്ക് ബ്രെഡ് റബ്സ് ഇല്ല കേട്ടോ. അപ്പം ബ്രെഡ് പൊടി ഇല്ലാത്ത കാരണം ഈ ബ്രെഡ് ഒന്ന് ചൂടാക്കിയിട്ട് വേണം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം പെട്ടെന്ന് പൊടിയില്ലോ. പെട്ടെന്ന് പൊടിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. ചൂടായാൽ മതി. 3 പീസ് മതി. അതിനുള്ള ചിക്കനുള്ളൂ എൻ്റെ കയ്യിൽ. കുറച്ചുള്ളൂ. അതിലേക്ക് ഞാൻ ഒരു 5-6 കഷ്ണം, ഒരെണ്ണത്തിനകത്ത് എല്ലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ല് മാറ്റിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. അല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി. ബ്രെഡ് എവിടെ ഇരുന്നൊന്നും ചൂടായാൽ മതി. പതുക്കെ ഒന്ന് ചൂടായാൽ മതി. പൊടിച്ചെടുക്കാൻ എളുപ്പമുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി, അല്പം കുരുമുളക് പൊടി. കുരുമുളക് പൊടി തീർന്നു കേട്ടോ. എന്നാലും ഇതിലേക്കുണ്ട് കുരുമുളക് പൊടി കൂടി ചേർത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അല്പം വെള്ളം ഒഴിക്കും. ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉരുളക്കിഴങ്ങുണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ കൂടെ നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. അത് പ്രത്യേകിച്ച് സെപ്പറേറ്റ് പുഴുങ്ങേണ്ട ആവശ്യമില്ല. അപ്പം അതിൻ്റെ കൂടെ നമുക്കതൊന്ന് പുഴുങ്ങിയെടുക്കാം. കുക്കറിൻ്റെ അടപ്പ് എവിടെയൊന്നും നോക്കട്ടെ കേട്ടോ. അടപ്പെടുക്കാൻ കണ്ടോ. അപ്പം അത് ഇതെന്തായി നോക്കട്ടെ കേട്ടോ. ചൂടായി. അത് ഇന്നാൾ ചിക്കൻ കറി ബ്രെഡും കഴിക്കാൻ വേണ്ടിയിട്ട് മേടിച്ച. അപ്പം ചിക്കനും കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അതവിടെ ചൂടാകട്ടെ. അപ്പോൾ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് മല്ലിയില, അല്പം മല്ലിയില, സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ 2 മുട്ട ഉണ്ടോ. 2 മുട്ടയെല്ലാം ചേർത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. പെട്ടെന്ന് ഇതിനാവി വരും. ഒരു വിസിൽ കേട്ടാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ചൂടാറിയിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇതിന് ആവിയും വരട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ സവാള കരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളകും ഇവിടെ കൂടി ഒന്ന് അരിഞ്ഞെടുക്കണം. ഇപ്പം മല്ലിയില. ഓക്കെ. അപ്പം നമുക്കേ നമ്മുടെ ഇത് വഴറ്റാനുള്ള പാനൊന്ന് ചൂടാക്കാം കേട്ടോ. പാനൊന്ന് ചൂടാക്കാം. ഉള്ളി ഒക്കെ, അല്പം ഗരം മസാലയും കുരുമുളക് പൊടി മാത്രം മതി കേട്ടോ. ചിക്കൻ മസാല ഇച്ചിരി ഇട്ടിട്ടുണ്ട് ഞാൻ. നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ആട്ടോ, വെളിച്ചെണ്ണയല്ല. കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ സൺഫ്ലവർ എടുക്കാൻ നോക്കുക കേട്ടോ. അല്പം വെളിച്ചെണ്ണ മതി. കൂടുതൽ വെളിച്ചെണ്ണയായ എണ്ണയിൽ കിടന്നത് അങ്ങനെ വേവൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ ശരിയാക്കി എടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പേസ്റ്റ് ആക്കിയില്ല, ചതച്ചെടുത്തു. ഇതിൻ്റെ കൂടെ അത് ആയിക്കോളും. നിങ്ങളൊക്കെ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത്? കൊറോണയുടെ സമയത്ത് കുറേ കട്ട്ലേറ്റ് ഉണ്ടാക്കിയില്ലേ നമ്മൾ? ഞങ്ങളുണ്ടാക്കി കേട്ടോ കൊറോണയുടെ സമയത്ത്. പച്ചമുളക് കൂടെ 2 പച്ചമുളക് കേട്ടോ. എരിവ് അധികം ആവും. നല്ല എരിവാണ് മുളകിന്. വഴറ്റിയെടുക്കാം. ഇത് പിന്നെ മല്ലിയില, വേപ്പില അതൊന്ന് അതിൻ്റെ കൂടെ ഇട്ട് ശരിയാക്കി എടുക്കാം.
ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ചതച്ചിട്ടുള്ളൂ ഞാൻ. ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ഇത്രയും കഷ്ണം ഇഞ്ചി, അല്പം ഉപ്പിട്ട് കൊടുക്കും മസാല. കാരണം നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ടല്ലോ. വെയിൽ ഒഴിഞ്ഞപ്പോൾ ഇവിടെ ചൂടാട്ടോ, നിൽക്കാൻ പറ്റില്ല. പോരാത്തിന് ഈ ലൈറ്റിൻ്റെ വെട്ടവും ഒക്കെപ്പാടെ വരുന്ന ചൂടാകും. ഞാനിവിടെ വെച്ചെന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകണ്ടല്ലോ എന്ന് ഓർത്താണ് ഈ കുഞ്ഞെടുപ്പത്ത് വെച്ചത്. ഇല്ലെങ്കിൽ ഞാനെന്ത് ഇതിലാണ് വെക്കാറ്. വെച്ചാൽ അത് വേവിച്ച് കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് കണ്ടോ ചിക്കൻ ഇത്. അപ്പോൾ ഇത് ചിക്കൻ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. ചിക്കൻ നമുക്ക് മിക്സിയിലൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടെ കൈ കൊണ്ടൊന്നുകൂടെ ചെയ്യാം. ചൂടാക്കി ഇത് കരിഞ്ഞു പോകും. അതൊക്കെ ഒന്ന് വരണ്ട് വന്നാൽ ഒരുപാട് അങ്ങനെ ഇതാവണ്ട. ഉള്ളി ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അങ്ങനെ കരിഞ്ഞ നിറം പോലെ ആക്കണ്ട. ഉള്ളി ഒന്ന് വഴഞ്ഞു വന്നാൽ മതി. തീ ഓഫ് ചെയ്യാം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ ഞാനതൊന്ന് പൊടിച്ചെടുക്കട്ടെ മിക്സിയിൽ. ഇപ്പം ഞാൻ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാട്ടോ പാനടപ്പത്ത് വെച്ച് ഇതിലേക്ക് ഞാൻ കരിക്കുണ്ടല്ലോ എന്നോർത്ത് ഗരം മസാല, ചിക്കൻ മസാല അതിൽ ഞാൻ പുരട്ടി വെച്ചതായിരുന്നു. അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. മുളക് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ മഞ്ഞളും നമ്മളതിനകത്ത് ചേർത്തിട്ടുണ്ടല്ലോ. ചിക്കനും ഉരുളക്കിഴങ്ങും കൂടെ കുഴച്ച് ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഞാൻ ആദ്യമേ പൊടിച്ചു. കാരണം നനവുണ്ടായാൽ പിന്നെ പറ്റില്ലല്ലോ. അത് കാരണം ബ്രെഡ് ആദ്യം പൊടിച്ചു. ചിക്കൻ മസാല ഗരം മസാല ഇട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. പാത്രത്തിലേക്ക് കേട്ടോ. ചൂടായാൽ മതി. പിന്നെ മെയിൻ സാധനം മല്ലിയിലയും വേപ്പിലും അതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് ചൂടും പാത്രം ചൂടായി പോട്ടെ നോക്കാം. നമുക്കിതെല്ലാം കൂടി കുഴച്ചെടുക്കാം. കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അത് ഞാൻ രാവിലെ കാലത്ത് കറിയും വെച്ചു. കാലത്ത് കറിയില്ല, മിനിങ്ങാന്ന് വറുത്തു. മിനിങ്ങാന്ന് 2 ദിവസം മുമ്പ് വാങ്ങിച്ച ചിക്കനായിരുന്നു. അപ്പോൾ അത് ഫ്രീസറിൽ ഇരുന്നിട്ട് എല്ലാം കൂടി പാത്രം ചൂടായിട്ടോ നമുക്ക് എണ്ണ വെച്ചു. അത് മതി, അത്രയെല്ലാം മതിയാവും. ശരിക്കിത് കുഴച്ച് ഉരുളകളാക്കി കുറച്ചുകൂടെ വലിയ പാത്രം വെക്കാറുണ്ട് അല്ലേ പറ്റി. ഉപ്പ്
ഉപ്പ് കാണും കേട്ടോ. ഞാൻ ഉപ്പ് 2 എണ്ണത്തിൽ ഉപ്പിട്ടുണ്ടല്ലോ. പിന്നെ ഉപ്പ് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കൈയളവാണ് ഉപ്പൊക്കെ. ഇതൊരു പൊട്ടറ്റോ, ഒരു 5-6 കഷ്ണം ചിക്കനും, അത്രയും മാത്രം അതിനകത്ത് ചേർത്തിട്ടുള്ളൂ. ഞാൻ എൻ്റെ ഈ കൈയൊന്ന് കഴുകി ചേർട്ടെ. ഇരുന്ന് ഭാഗത്ത് തന്നെ നമുക്ക് കുറച്ച് ഉരുളകളാക്കി കുറേ ഏതാനും കട്ട്ലേറ്റ് ഉണ്ടാക്കി ഞങ്ങൾ തിന്നിട്ടുണ്ട് കേട്ടോ കൊറോണയുടെ സമയത്ത്. എപ്പോഴും കാരണം അന്ന് മരി ഇവിടെ ഉണ്ടായിരുന്നു. മുട്ടയിൽ മുക്കുക, ബ്രെഡിലൊന്ന് ഉരുട്ടുക, വെളിച്ചെണ്ണയിലേക്ക് തട്ടുക. അത്രേ ഉള്ളൂ കാര്യം. ചൂടായി കിടന്ന് വെളിച്ചെണ്ണ അതൊക്കെ കിടന്ന് വേവട്ടെ. വലിയ പാത്രം എടുക്കാൻ ഞാൻ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ മറ്റേ കടായിച്ചിലൂടെ വലിയ പാത്രമുണ്ട്, പക്ഷെ അത് എടുത്തില്ല. എൻ്റെ കണക്കൂട്ടിലങ്ങനെ തെറ്റാറില്ല. 5 എണ്ണം മാറുന്നു എൻ്റെ കണക്കൂട്ടിൽ. 6 എണ്ണത്തിനുണ്ടാവും. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. മറിച്ചിടാറായി. ഞാനൊന്ന് മറിച്ചെടുത്തു. ഇത് ചിലപ്പോൾ ഒരെണ്ണല്ലേ ഇട്ടിട്ടുള്ളൂ. അത് വരണം അതിനകത്ത് കിടന്നു. നോക്കട്ടെ കേട്ടോ. ഇതിങ്ങനെയൊക്കെ പപ്പടം കാച്ചിടാനൊക്കെ ആയിട്ട് നമുക്ക് പാത്രം കേട്ടോ. നമ്മുടെ കോഴി പാത്രം അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഇതിപ്പോൾ 4, 3, 7, 8 എണ്ണം ഉണ്ട്. ഞാൻ 5, 6 ഞാൻ പ്രതീക്ഷിച്ചേ, കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ അതേ എൻ്റെ കട്ട്ലേറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടോ. ഇത് 8 എണ്ണം ഉണ്ട്. അതവിടെ ഞാൻ എല്ലാം വൃത്തിയാക്കിയില്ലെങ്കിലേ ഒരാളിവിടെ ഒന്ന് ചോദിക്കും, എന്നതവിടെ കിടക്കണേക്ക് അന്നേരം തൊഴുത്തറങ്ങി. ഞാൻ എന്തിനാ അത് കേൾക്കാൻ പോണേ? ഇത്ര ഈ 5-6 കട്ട്ലേറ്റ് ഉണ്ടാക്കിയാനാണോ നീ അടുക്കള ഈ തരത്തിലാക്കിയിട്ടേക്കണേന്ന് ചോദിക്കും. അപ്പോൾ അതേ സിങ്കിൽ ഒരു കുന്നോളം പാത്രം കഴുകാനുണ്ട്. അങ്ങനെ ഞാൻ പറയുള്ളൂ. ഒത്തിരി പാത്രങ്ങൾ കഴുകാനുണ്ട്. ദേ അപ്പോൾ ഞാൻ ഒരു 5-6 പീസ് ഉണ്ടായില്ല. 5-6 പീസ് ചിക്കൻ്റെ പീസും 3 ബ്രെഡും 1 പൊട്ടറ്റോ 1 സവാളയും വെച്ച് ഞാൻ ദേ അടിപൊളിയായിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കി. ഇതെല്ലാവരും ഇതേ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അപ്പോൾ ഇത് ചൂടാറി കഴിയുമ്പോൾ സോസിൽ മുക്കി നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും വായോ. സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ കട്ട്ലേറ്റ്? കണ്ടോ? എല്ലാവരും വന്ന് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തോ. 8 എണ്ണം ഉണ്ട്. എനിക്കൊരു പരാതിയില്ല. ഓക്കെ. അപ്പോൾ ഞാൻ വേറെ ഒന്നും പ്രത്യേകിച്ച് എനിക്ക് പണിയൊന്നുമില്ല. അവിടെ ഇച്ചിരി നേരം TV ഒക്കെ കാണും, പാത്രം കഴുകും,
പിന്നെ വേറെ തുണിയൊക്കെ നല്ല കഴുകിയിട്ടു. അത് കാരണം ഒന്നും കഴുകാനില്ല, കഴുകില്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തു. മിറ്റടിക്കാനുണ്ട് കേട്ടോ, കുറേ കരിയില വീണ് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ചായയുടെ പരിപാടി ഇതാട്ടോ. എളുപ്പത്തിൽ തയ്യാറാക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇതിനകത്ത് ഞാൻ ചേർത്തിട്ടില്ല. ഒരു മല്ലിയില, അല്പം മീറ്റ് മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ചേർത്ത് ചിക്കൻ വേവിച്ച് സവാളയും മറ്റേ മീറ്റ് മസാലയും ചേർത്ത് സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ചിക്കൻ മസാല ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടായിരുന്നു, പറയാൻ വിട്ടുപോയി വീണ്ടും. അപ്പോൾ അത് ഞാൻ അടപ്പത്ത് വെച്ചപ്പോൾ തന്നെ ഇട്ടായിരുന്നു. അപ്പോൾ അതെ, എല്ലാവരും ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തോ. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ.